ഫ്രാൻസ് നാം ഇപ്പൊ മുംബൈയിലാണുള്ളത്. മുംബൈയിൽ നിന്നാണ് ഇന്ന് പഴയതുപോലെ കേരളത്തിലേക്ക് നമ്മളെ സ്വന്തം കേരളത്തിലേക്ക് പോകുന്നതാണ്. ആ പോകുന്ന ട്രെയിന് മുംബൈ ലോകമാനത്തിലേക്ക് എറണാകുളം ടൗൺ കൊച്ചിവേലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലാണ് നാന്റെ ഇന്നത്തെ ഒരു യാത്ര. മുംബൈ ലോകമാനത്തിലേക്ക് എറണാകുളം ടൗൺ കൊച്ചിവേലി സൂപ്പർ ഫാസ്റ്റ് നമ്പർ 222113. കൊച്ചിവേലി സൂപ്പർ ഫാസ്റ്റ്. ഞാൻ ഇത്ര ദിവസം കേരള വിട്ടുന്നതാണ്. കേരള വിട്ടത് എപ്പോ വെച്ചെങ്കിൽ മെയ് 25-ാം തീയതിയാണ് കേരളത്തിൽ ഞാൻ വിട്ടിട്ട് പുറത്തു പോയത്. മെയ് 25 കയറാൻ തീയതി. മെയ് 25-ന് വെസ്റ്റ് കോസ്റ്റ് 12:45 വെസ്റ്റ് കോസ്റ്റ് യാത്ര ചെയ്ത് ചെന്നൈയിലേക്ക് ഞാൻ ചെന്നൈയിലേക്ക് എത്താൻ മെയ് 26. മെയ് 26, 27, 28, 29, 30, 31, 1-ാം തീയതി ഈ 7 ദിവസമാണ് കേരള വിട്ട് താമസമായിരുന്നു. കേരളത്തിൽ വിട്ട താമസം മനസ്സിലായി. മെയ് 26, 27, 28, 29, 30, 31, 1 ഇത്ര ദിവസം കേരളത്തിൽ വിട്ട് ഞങ്ങൾക്ക് താമസം ഉണ്ടായത്. കേരള വിട്ടിട്ടാണ് താമസം. മെയ് 25-ാം തീയതി പറഞ്ഞതാണ് വെസ്റ്റ് കോസ്റ്റിലെ യാത്ര കയറിയിരുന്നു. ഇപ്പോൾ ഇവിടെ മുംബൈന് ട്രെയിൻ ഡിപ്പാർട്ടായി കഴിഞ്ഞു. മുംബൈന് ട്രെയിൻ ഡിപ്പാർട്ടായി. അത്ര ദിവസമാണ് യാത്ര ആയിരുന്നു. ദീർഘയാത്ര. ഇപ്പൊ ഇനി ജൂൺ 2-ാം തീയതിയാണ് ഈ ട്രെയിൻ കാനങ്ങാട്. കാനങ്ങാടല്ല, കാസർഗോഡ്. കാനങ്ങാട് ഈ ട്രെയിൻ സ്റ്റോപ്പില്ല. ഈ ട്രെയിൻ കാനങ്ങാട് സ്റ്റോപ്പില്ല. അതുകൊണ്ട് നമുക്ക് കാസർഗോഡ് തന്നെയാണ്. ഞാനൊറ്റക്കല്ല കേട്ടാ പോയത്. എന്റെ കൂടെ 80 ആളുണ്ടായിന്. മെയ് 25-ാണ് കേരളത്തിൽ ട്രെയിൻ യാത്ര ചെയ്തത്. ഈ 80 ആളുടെ യാത്രയാണ്. ഇപ്പൊ മെയ് 25, 26, 27, 29, 30, 31. കുറച്ചു പേര് കാസർഗോഡ് ജില്ല, കുറച്ചു പേര് കണ്ണൂർ ജില്ല, കുറച്ചു പേര് കോഴിക്കോട് ജില്ല. അങ്ങനെ ഓരോ ജില്ലയിലുള്ള ആളുകളെ കയറുകയാണ്. അതും അതേ വണ്ടിയിലാണ് വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ്. ഇപ്പോൾ അതേ വണ്ടിയിൽ അതേ ആളെന്നുണ്ട് ഇല്ലത്. സ്വന്തം കേരളത്തില് നമ്മളെ സ്വന്തം അങ്ങനെ ഓരോ ജില്ലയിലത്തെ ആൾക്കാരെല്ലാം കേറിട്ട് ഒക്കെ ഉണ്ടായിട്ട് ഒക്കെ യാത്ര എല്ലാം ചെയ്തത്. ഇപ്പോൾ പഴയതുപോലെ മുംബൈ ലോകമാനത്തിലേക്ക് എറണാകുളം ടൗൺ കൊച്ചിവേലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൽ പഴയതുപോലെയാണ് നമ്മളെ സ്വന്തം കേരളത്തിലേക്ക് നാട്ടിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ ഇവിടുന്ന് മുംബൈ ഡിപ്പാർട്ടായി. ഇതെന്നെ ആർത്തേക്ക് എത്തണമെങ്കിൽ ഒരു 8-5 ആവും. 8 ദിവസം കേരള കാണാൻ കഴിഞ്ഞിട്ട. കേരള കാണാൻ കഴിയും. 8 ദിവസം കേരള കാണാൻ താമസം ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു യാത്ര കിട്ടുന്നത്. നമ്മുടെ സ്വന്തം കേരളത്തില് ജീവിതത്തിൽ ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു യാത്ര 8 ദിവസം കേരള ഇവിടെ കിട്ടുന്നത്. ട്രെയിൻ എടുത്ത് ഡിപ്പാർട്ടായി വെളിയിലേക്ക് പോയി. അവിടെ ഒരു മുംബൈ ഫുട്ബോൾ അറീന സ്റ്റേഡിയം ഉണ്ട് കേട്ടാ. ഇവിടെ മുംബൈയിൽ തന്നെ മുംബൈ ഫുട്ബോൾ അറീന ഫുട്ബോൾ സ്റ്റേഡിയം ISLന്റെ സ്റ്റേഡിയം. മുംബൈ ഫുട്ബോൾ അറീന ISLന്റെ സ്റ്റേഡിയം. മുംബൈയുടെ സ്റ്റേഡിയം ഫുട്ബോൾ അറീന. കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കേണ്ട സ്റ്റേഡിയമാണ്. ഇപ്പോൾ ഇവിടെ ഓരോന്നെല്ലാം നമുക്ക് കണ്ടുകൊടുക്കാം. ഇതാണ് സ്റ്റേഡിയം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു എത്തിപ്പോയി. ഇതാണ് സ്റ്റേഡിയം. സ്റ്റേഡിയം കണ്ട അതാണ് മുംബൈ ഫുട്ബോൾ അറീന സ്റ്റേഡിയം. മുംബൈ ഫുട്ബോൾ അറീന കേരളത്തിന് അവ കളിക്കണ്ടേ. അതാണ് സ്റ്റേഡിയം. ഇപ്പൊ കണ്ടാണ് സ്റ്റേഡിയം മുംബൈ ഫുട്ബോൾ അറീന. കേരളത്തിന് ടണൽ ഒരു ടണൽ വൈകും. ടണൽ വൈകും അത് കാസർഗോഡ് ആ ഭാഗത്തുണ്ടാണ്. അവിടെ കുറച്ചേ ടണലില്ല, ഗുഹ കുറച്ചേ ഇല്ല. ഇവിടെ നോക്കി ഇഷ്ടം പോലെ ടണലും ഗുഹയുണ്ട്. ടണലും ഗുഹയെല്ലാം കഴിഞ്ഞ് മുംബൈ ബോംബെ പറയില്ല. ബോംബെ
ഇതാണ് ആദ്യമായിട്ടാണ് ഈ ട്രെയിൻ ക്യൂബ് തെറ്റില്ലത് കൊങ്ക വഴിയിലേക്ക് യാത്ര ചെയ്യുന്നത്. വയ്യ ശരിയാവും. ഇത് നമ്മളെ ഭാഗത്ത് പോണ പോലെയല്ല ഇല്ലത്. ഇതെന്ന് കാസർഗോഡ് നമ്മ എത്തേണ്ട ഏത് ഭാഗത്ത് വെച്ചെങ്കിൽ തെക്ക് ഭാഗത്താണ് നമുക്ക് കാസർഗോഡ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ വടക്ക് ഭാഗത്ത് പോകുന്ന പോലെ തന്നെ ഉണ്ട്. ശരിക്കും തെക്ക് ഭാഗത്ത് തന്നെ പോകുന്നത്. ക്യൂബ് ഫുള്ളും തെറ്റിച്ചായില്ലത്. ഇപ്പോൾ അത് വയ്യ രാവിലെ നമുക്ക് ശരിയാവും. ഇപ്പോൾ ഇവിടെ ക്യൂബ് ഫുള്ളും തെറ്റിച്ചായില്ലത്. വടക്ക് ഭാഗത്ത് പോകുന്ന പോലെ ഒന്ന് തോന്നുന്നു എനിക്ക്. വടക്ക് ഭാഗത്ത് ശരിക്കും നമ്മൾ കാസർഗോഡ് ചെയ്യുന്ന തെക്ക് ഭാഗത്താണ്. തെക്ക് നോക്ക് ക്യൂബ് തെറ്റില്ല വടക്ക് ഭാഗം. ഏതോ റേസസിനെ ഞാൻ ആദ്യമായിട്ട് അക്കൊന്നും അറിയുന്നില്ല. അതൊക്കെ എപ്പോഴും അറിയില്ല. കേരളത്തിൽ ഓടുന്ന ട്രെയിനിൻ്റെ പേര് മാത്രമേ അറിയൂ. കേരളത്തിൽ ഓടുന്ന ട്രെയിനിൻ്റെ പേരും പിന്നെ നമ്മളെ ഭാഗത്ത് വരുന്ന ട്രെയിനിൻ്റെ പേര് മാത്രമേ അറിയൂ. നമ്മളെ ഭാഗം പറഞ്ഞാൽ നമ്മളെ സൗത്ത് സ്കൂളിൽ പോകുന്നുള്ള കാണലുണ്ട് ഞാൻ. അപ്പം എനിക്ക് ട്രെയിനിൻ്റെ പേര് അറിയും. കേരളത്തിൽ ഓടുന്ന മാത്രം കേരളത്തിൽ വരുന്നത് നമ്മളെ ഭാഗത്ത് സൗത്ത് സ്കൂളിൽ നമ്മൾ പോകുന്ന കാണലുണ്ട് ട്രെയിനെല്ലാം. ഞാൻ അവിടെ കളിക്കുമ്പോൾ കാണലുണ്ട്. കളിക്കുമ്പോൾ അപ്പോൾ പേരറിയും. എനിക്ക് ഈ നാട്ടിലെ ട്രെയിനിൻ്റെ പേര് അറിയുകയും ചെയ്യില്ല. നമ്മളെ ഭാഗത്ത് വരാത്ത കേരളത്തിൽ ഓടാത്ത ട്രെയിനിൻ്റെ പേര് എനിക്ക് അറിയുകയും ചെയ്യില്ല. ഈ ട്രെയിൻ എനിക്ക് അറിയില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, മുംബൈ എൽറ്റിറ്റി ലോകമാന്യ തിലക് എറണാകുളം ടൗൺ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇത് നോക്കി, ഇത് നമുക്ക് ഡേഞ്ചറാണ് കേട്ടോ. കമ്പാർട്ട്മെന്റ് കണ്ട എന്താണെന്ന് ആടുന്നുണ്ട. ഡേഞ്ചർ തെറ്റിക്കണം. ട്രെയിൻ ഇപ്പോൾ ഇട്ടായി. രാത്രി രാവിലെ ആയിരിക്കുന്നു. ഒരു കോഫി ചായ മാറിപ്പോ ചായ ബിസ്ക്കറ്റും അതിൻ്റെ കൂടെ. ഏതോ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടാണ്. എനിക്ക് വരെ അറിയുന്നില്ല റെയിൽവേ സ്റ്റേഷന്റെ പേര്. ഞാൻ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ല, കേരളത്തിൽ ഓടുന്ന മാത്രമേ അറിയുള്ളൂ. റെയിൽവേ സ്റ്റേഷന്റെ പേരും ട്രെയിനിന്റെ പേരും. ഇപ്പോൾ നേരം വെളുത്തിരിക്കുന്നു. കുറച്ചെങ്കിലും അറിയാം. പക്ഷെ എനിക്ക് മലയാളത്തിൽ എഴുതുന്നേ അറിയില്ല. മലയാളത്തിൽ എഴുതുന്ന കർണാടകയിലും തമിഴ് ഏതിനൊക്കെ അറിയാം. മലയാളത്തിൽ ഇപ്പോൾ മഡ്ഗാവ് ഇപ്പോൾ ഒരു ടണൽ വഹിക്കണ്ട ഗുഹ. ഇപ്പോൾ ഈടെ പിടിച്ചിട്ട് ട്രെയിൻ ഇപ്പം തന്നെ ഡിപ്പാട്ടാവും. അപ്പോൾ വരണം. കർണാടക ഭാഷ ബാഗ് കയറണം കേട്ടാ. കുറച്ച് കഷ്ടപ്പെടും. ട്രെയിൻ ബാഗ് ഡിപ്പാട്ടായ പിന്നെ കയറാൻ കഴിയില്ല. എന്നാൽ ജസ്റ്റ് പുറത്ത് കീഴത് മാത്രം. ഇത് കൊങ്കയിൽ ഓടുന്ന ട്രെയിനാണ്. അങ്ങനെ പുറത്തുനിന്നെങ്കിൽ പെട്ടെന്ന് ട്രെയിൻ വിടും. ശ്രദ്ധിക്കല പറഞ്ഞാൽ അതാണ് ശ്രദ്ധിക്കണ്ടേ. ഇവിടെയും പിടിച്ചിട്ട് വേറെ ട്രെയിൻ വരാണ്ട്. അങ്ങനെ ട്രെയിൻ ഏതോ ഒരു ഭാഗത്തേക്ക് എത്തി. ഏതോ ഏഴിലെത്തി. മംഗളാരത്താണ്. മംഗളാരം പോകുന്ന ഏരിയ തന്നെ. മംഗളാരം അറിയുന്നില്ല എവിടെയാണെന്ന്. അവിടെ കണ്ട അവിടെ അയാള് അപ്പൊ ഞാൻ വട മേടിക്കുന്നുണ്ട്. അതിന് ഇവിടുന്ന് ആ വട മേടിച്ച്. ഇവിടെ എന്ത് ബലന്നറിയോ? ഇവിടെ
50 4 വട കിട്ടും. ഒരു സമൂസ അതേപോലെ തന്നെ. ഞാൻ ഇവിടെ 4 വട വാങ്ങിയാണ്. 4 വട മേടിച്ച് 50 4 വടയാണ്. സമൂസ 4 തന്നെ. അല്ല നാട്ടിലമ്മ ഒരു സമൂസക്ക് 10 റുപ്യ ഉണ്ടാവില്ല, ഒരു വടക്ക് 10 റുപ്യ. ഇവിടെ നോക്ക്, ആ മേടിച്ച് തിന്നിട്ട് 4 വട മേടിച്ച് 50 റുപ്യ കൊടുത്തിട്ട്. അതെന്താ വില, എന്തായിട്ട് വില. കർണാടകയിൽ മംഗളാറ് എത്താനായിട്ടുണ്ട്. മംഗളാറ് കഴിഞ്ഞല്ല എത്താൻ. 2 മംഗളാറുണ്ട്. മംഗളാറ് ജംഗ്ഷനും ഉണ്ട്, സെൻറ്ററും ഉണ്ട്. ആ വഴി കണ്ട, ആ വഴി സെൻറ്ററിൽ പോണ വഴി. നാളെ ജൻസല് അത് സെൻറ്ററിൽ പോണ വഴി. ഇത് ജൻസലിനാണ് ഇപ്പോൾ വരുന്നത്. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നതാണ്. നമ്മളെ സ്വന്തം കേരളത്തിൽ ആദ്യം തിരിച്ചെത്തും. ബൈ ബൈ കൊച്ചുവേലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ബൈ ബൈ കൊച്ചുവേലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇനി പിന്നൊരിക്കൽ കാണാം. ബൈ.